നമസ്കാരം. ന്യൂ ഇയറിന്റെ സമയത്ത് കഞ്ചാവും കള്ളുമടിച്ച് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയ SFIക്കാരിൽ ഒരു പോലീസുകാരൻ, മിഥുൻ റോയ് എന്ന പോലീസുകാരന്റെ നേതൃത്വത്തിൽ ഒരു സംഘം മർദ്ദിച്ചു എന്ന പേരിൽ ഇയാളെ ഏതാനും ദിവസം മുൻപ് തിരുവനന്തപുരം ട്രാവൻകൂർ മാളിൽ വെച്ച് കുടുംബസമേതം പോയപ്പോൾ ഇയാളെ ആക്രമിച്ച വാർത്ത വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. മാത്രമല്ല, ഈ മിഥുൻ റോയ്ക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. ഇയാളെ മർദ്ദിച്ച SFI പ്രവർത്തകർക്കെതിരെ ജാമ്യമുള്ള വകുപ്പ് പ്രകാരം കേസെടുത്ത് അവരെ വെറുതെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി വിട്ടയക്കുകയും ചെയ്തു. ഈ കേസ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് അസോസിയേഷനും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം രംഗത്ത് വന്നിരുന്നു. പക്ഷേ വി ജോയ് എന്ന തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി ഇടപെട്ട് ഈ കേസ് പിൻവലിക്കരുത്, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെ ഈ അടികൊണ്ട പോലീസുകാരനെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടപെടൽ നടത്തി എന്നാണ് കേൾക്കുന്നത്. സത്യമാകാനേ വഴി. ഇയാൾക്ക് CPMകാർക്ക് ഇയാളോട് വലിയ വിരോധമാണ്. ഇപ്പൊ SFIക്കാരെ മർദ്ദിച്ചത് മാത്രമല്ല, തിരുവനന്തപുരം പേട്ടയിൽ വെച്ച് ഒരു DYFI നേതാവിനെ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കാൻ ശ്രമിച്ചതിന് പിടിച്ച കൂട്ടത്തിലും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു, മിഥുൻ റോയ് ഉണ്ടായിരുന്നു. ഇയാൾ ഇടിക്കാരനാണ്, എല്ലാരെയും വിളിച്ചിരുത്തി ഇടിക്കും എന്നൊക്കെയുള്ള പോസ്റ്ററുകൾ കണ്ടു. പോലീസുകാരാകുമ്പോൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ 2 ഇടിയൊക്കെ ചിലപ്പോൾ കൊടുത്തെന്നിരിക്കും, അത് സ്വാഭാവികം. ഇടിക്കണം എന്നല്ല പറയുന്നത് കേട്ടോ, പോലീസ് മർദ്ദനവും തെറ്റ് തന്നെയാണ്. പക്ഷേ ഒരു നിയമ സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഒരു പൊതു ഇടത്ത് ശല്യമുണ്ടാക്കിയ, പ്രശ്നമുണ്ടാക്കിയ, ലഹരി ഉപയോഗിച്ച SFI എന്ന വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകരെ തടഞ്ഞു വെക്കുകയും മർദ്ദിക്കുകയും അവരെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തതിന്റെ പ്രതികാര നടപടിയായി ഇയാൾ ഡ്യൂട്ടിയിലല്ലാതിരുന്ന സമയത്ത് കുടുംബസമേതം പോയപ്പോഴാണ് ഇയാളെ വടിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ചത്. എന്നിട്ട് ഇയാളുടെ പേരിൽ, അടി കൊണ്ടയാളുടെ പേരിൽ കേസെടുത്തിരിക്കുന്നു. CPMന്റെ ആ ഒരു നിലവാരം ആലോചിച്ചു നോക്കി. എന്നിട്ട് ആ കേസ് പിൻവലിക്കരുത് എന്നാവശ്യപ്പെട്ട് ജില്ലാ സെക്രട്ടറി ഇടപെട്ടു. അന്ന് പേട്ടയിലെ ഈ DYFIക്കാരുടെ കാര്യത്തിലും ജില്ലാ സെക്രട്ടറി വി ജോയ് ഇടപെട്ടിരുന്നു. ഇയാളൊരു MLA ആണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തകർത്തതുമായി, CPMകാർ തകർത്തതുമായി ബന്ധപ്പെട്ട് ഇയാൾ കള്ള പോസ്റ്റ് നമ്മൾ വാർത്തയാക്കിയിരുന്നു. ഇയാളാണ് തിരുവനന്തപുരത്തിന്റെ ജില്ലാ സെക്രട്ടറി, MLA ആണ്. നേരെ ഇടപെട്ട് പോലീസുകാരനെതിരെ കേസ് തുടരട്ടെ എന്നുള്ള ഒരു നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പറഞ്ഞാൽ DGPയോ ആഭ്യന്തരമന്ത്രിയോ പറയുന്നതിനേക്കാൾ വലിയ മാന്യതയോടെ ഇവിടുത്തെ പോലീസുകാർ കേൾക്കും. ആ പോലീസുകാരന്റെ കഞ്ഞുകൂടി മുട്ടിച്ചു. SFIക്കാരെ തൊട്ടാൽ ഇതാണ് വിവരം. SFIക്കാരെ തൊട്ടാൽ വിവരം അറിയും. SFIക്കാർ നമ്മളെ അടിച്ചാലും നമ്മൾ കൊണ്ടുകൊള്ളണം. നമ്മൾ അവരുടെ കാല് പിടിച്ച് മാപ്പ് പറയണം. SFIക്കാർക്ക്, DYFIക്കാർക്ക്, CPMകാർക്ക്, CITUക്കാർക്ക്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻകാർക്ക് ഒക്കെ എന്ത് തെണ്ടിത്തരവും കാണിക്കാം, എന്ത് ചെറ്റത്തരവും കാണിക്കാം, ആരെയും തല്ലാം, ആരെയും കൊല്ലാം, എന്തും ചെയ്യാം. മഹാനായ TP ശ്രീനിവാസനെ SFI നേതാക്കൾ ചെകിട്ടത്ത് അടികൊടുത്ത് താഴെയിട്ടത് ഓർമ്മയില്ലേ? അദ്ദേഹം പരാതി കൊടുത്തോ എന്നറിയില്ല, കേസ് എന്തായും നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, വി ജോയ് ജില്ലാ സെക്രട്ടറി നേരിട്ട് ഇടപെട്ട് ഈ പോലീസുകാരനെതിരെ, അടികൊണ്ട പോലീസുകാരനെതിരെ കേസെടുക്കണം, കേസ് തുടരണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു. SFIക്കാരെയൊക്കെ രക്ഷപ്പെടുത്തി എടുത്തിരിക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ ജനാധിപത്യം ഇതാണ്. ഇവിടുത്തെ ഭരണ നിർവഹണം ഇതാണ്. CPM ആണ് ഭരിക്കുന്നത്. അവർക്ക് തോന്നിയതൊക്കെ ചെയ്യും. കേരളം ബംഗാളായി മാറാൻ അധിക താമസമില്ല എന്ന് പലരും പറയുന്നത് വെറുതെയല്ല, ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇത്തരത്തിലുള്ള നാരിത്തരങ്ങളാണ് ബംഗാളിലും കാണിച്ചത്, ത്രിപുരയിലും കാണിച്ചത്, CPM ഉള്ളയിടത്തെല്ലാം കാണിച്ചത്. അതിനൊക്കെ തന്നെ ശക്തമായ തിരിച്ചടി കിട്ടി. കേരളത്തിൽ അല്പം വൈകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതിനൊക്കെ തന്നെ ജനങ്ങൾ കൃത്യമായി മറുപടി നൽകും എന്നുള്ള കാര്യം ഓർത്തു.